ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞൊരു വ്ളോഗാണ്. അതായത് എനിക്ക് 45 ഡേയ്സിൽ എനിക്ക് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് ആരാ ബൊബു? ഇത് അച്ഛമ്മ വീട്ടിൽ പോവാ? ആരെ വിളിക്കാൻ വരിക? ആര്? അച്ഛമ്മി വലിയ കൂടി പോയി കേട്ടോ. ഓക്കെ, മങ്കി വെച്ച് തരാം. ഓക്കെ. അങ്ങനെ നിത്തു വീട്ടിൽ പോയിട്ടോ. അവളുടെ 2 അച്ഛമ്മമാരും പിള്ളേരൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇവളെ ഞാൻ റെഡിയാക്കി കുളിപ്പിച്ച് തൊട്ടിയിലെല്ലാം കിടത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ പോവാൻ ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം വരെ പോയിട്ട് വരാം. ഒറ്റപ്പാലത്താണ് കേട്ടോ ഹോസ്പിറ്റലിൽ. വെള്ളവനാടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 45ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഡോക്ടർ വരാൻ പറഞ്ഞത് സ്റ്റിച്ചെല്ലാം ഉണങ്ങി എല്ലാം ഓക്കെ ആയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് 45ാമത്തെ ദിവസമാണ് എന്നെ കാണിക്കാൻ പറഞ്ഞിട്ടായിരുന്നത്. കൂട്ടത്തിൽ അവളെ ഒന്ന് കാണിക്കണം. അവളെ ജസ്റ്റ് എന്തായാലും എന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവളെ കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒറ്റപ്പാലം എത്താറായപ്പോൾ നല്ല ബ്ലോക്ക് കേട്ടോ. അവിടെ പാലം എന്തോ പൊട്ടിയിരിക്കുക എന്തോ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഒറ്റപ്പാലം സ്റ്റാൻഡ്. ഒറ്റപ്പാലത്ത് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളിതാ അശ്വിനി ഹോസ്പിറ്റലിൽ എത്താറായിട്ടോ. ഇവിടെയാണ് ഇന്ദ്രുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് 2 സ്റ്റോപ്പ് അപ്പുറമാണ് വെള്ളവനാട്. ഇവിടെയാണ് അവൾ ഡെലിവറി ഉണ്ടായിരുന്നത് അവളുടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താറായി. ഇതാണ് വെള്ളവനാട് ഹോസ്പിറ്റൽ. ഞാനിവിടെയാണ് എൻ്റെ 2 ഡെലിവറി ഇവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ റിസപ്ഷനിലോട്ട് പോയിട്ട് OP എല്ലാം എടുക്കാൻ പോവാണ്. ഓൺലൈനായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഇവിടെയാണ് ലേബർ റൂം കേട്ടോ. മേലെ ലേബർ റൂം കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ എനിക്ക് പേടിയാവണം. അന്നത്തെ ഒരു എന്താ പറയുക, അന്നത്തെ ഒരു വേദനയും ടെൻഷനും കരച്ചിലും എല്ലാം കൂടി അയ്യോ ആലോചിക്കാൻ വയ്യ. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഡോക്ടറെ അടുത്ത് പോയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി വീണ്ടും വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നല്ല ചൂട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തണുത്തതായി കഴിക്കാണ്ട് അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തി. ആ പാലത്തിൻ്റെ അവിടെ തന്നെയായിരുന്നു കേട്ടോ. വീണ്ടും നല്ല ബ്ലോക്കായിരുന്നു, വരുമ്പോൾ ഉള്ളതിനെക്കാട്ടി നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ കണ്ടോ മൊത്തം പൊട്ടി പാളിസായി കിടക്കണം എല്ലാവിടെയും. ഇത് എപ്പോൾ റെഡിയാവുമെന്ന് അറിയത്തില്ല. അങ്ങനെ അവൾ വീണ്ടും ഉറക്കമായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും ആശുവിടെ പായലെല്ലാം നല്ല കളി കേട്ടോ. പായെല്ലാം വിരിച്ച് അവനെ ഹോളിൽ കിടത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ നല്ല കളിയിലായിരുന്നു, കാലും കൈയെല്ലാം ഇട്ട് തല്ലി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിധിനെ കൂടെ കിടത്തി. അവളാണെങ്കിൽ നല്ല ഉറക്കും. അവനെ ഞങ്ങളെല്ലാം കണ്ട് നല്ല സന്തോഷത്തിൽ. ഇത്ര നേരം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അടി കുഞ്ഞിപ്പെണ്ണെവിടെ? അടി സ്വത്തെവിടെ? കുഞ്ഞിപ്പെണ്ണെവിടെ? നിധി എവിടെ? നിധി എവിടെ? ഓ, ഞങ്ങൾ ഡോക്ടറെല്ലാം ഡോക്ടർ മാമനെല്ലാം കണ്ട സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ നാളെയാണ് അടുത്ത കരച്ചിലുണ്ടാവുക. നാളെ ഞങ്ങളുടെ മൂടൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. കുഞ്ഞിപ്പെണ്ണെവിടെ? ഒരു ചിച്ച്. അങ്ങനെ നമ്മൾ വീടെത്തി, ഹോസ്പിറ്റലെല്ലാം പോയി വീടെത്തുമ്പോഴേക്ക് തീരെ വയ്യാതായി. എന്തോ ഒരു വെയിലാണ് എൻ്റെ അമ്മേ, നല്ല വെയിൽ. അങ്ങനെ വീടെത്തി. ഞങ്ങൾ നല്ല ഉറക്കത്തെ വരുമ്പോഴും ഹോസ്പിറ്റലിൻ്റെ ഉറക്കം വലിയ കുഴപ്പമുണ്ടായിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവളിതാ തൊട്ടിയിൽ കാണുന്നുണ്ടോ, അവൾ കിടന്നുറങ്ങുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ഓക്കെയാണെന്ന് പറഞ്ഞു. എനിക്കും കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത ഡെലിവറിക്കാണ് അവരുടെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടത്. ഞാൻ ഓക്കെയാണ് പറഞ്ഞു. പിന്നെ അവളെ നിധിനെ കാണിച്ചു, അവൾ ഓക്കെയാണ്, ഇനി പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. ഇതിപ്പോൾ 45 ഡേയ്സിലെ ചെക്കപ്പാണ്. ഇനിയിപ്പോൾ നാളെ അവൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ പോളിയോയ്ക്ക് 2-3 കുത്തും എല്ലാം ഉണ്ടാവും. കരച്ചിലും ബഹളവും പനിയും എല്ലാം ആയിരിക്കും നാളെ. ഇപ്പോൾ നാളെ അവളെ കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് നാളെ വീഡിയോ വീണ്ടും